ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കിയാലോ? നമ്മളെല്ലാവരും ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ടാവുക പുറത്ത് ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ നിന്നായിരിക്കും അല്ലേ? നമ്മുടെ ഒരു ഹോംലി സ്റ്റൈൽ ചട്ടിച്ചോറ് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ആദ്യം ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ അകത്തിച്ചീരയുടെ തോരനാണ് ഉണ്ടാക്കുന്നത്. അകത്തിച്ചീരയുടെ തോരൻ ഞാൻ മുമ്പ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഐറ്റം തോരനാണ്. നമ്മൾ ചട്ടിച്ചോറ് സാധനം വാങ്ങുമ്പം തന്നെ അതിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ടാവും അല്ലേ? നോൺ വെജ് ആയിട്ടും വെജ് ആയിട്ടും ഒക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ഹോംലി സ്റ്റൈലിൽ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന അത്രയും കറികൾ മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഒത്തിരി കറികളൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഐറ്റം തോരനാണ്. തോരൻ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിഷ് കറിയാണ്. ഒരു സിമ്പിൾ ഫിഷ് കറിയാണ്. നമ്മൾ ചട്ടിച്ചോറ് വാങ്ങുമ്പോൾ അതിലൊരു ഫിഷ് മസ്റ്റായിട്ട് കാണും. പിന്നെ നോൺ വെജ് ആയിട്ട് എന്തെങ്കിലും ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും കാണും അല്ലേ? അപ്പോൾ ഫസ്റ്റ് തോരനായി, അടുത്ത് ഫിഷ് കറിയായി. ഇനി നമുക്കൊരു ബ്രിഞ്ചാൾ ഫ്രൈ കൂടി ചെയ്യാം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്നത്. ഞാൻ ഒരു 3 പീസ് ബ്രിഞ്ചാൾ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമ്മളല്ലാതെ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴേക്കും ഒത്തിരി ഓയിൽ നമുക്കതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തവ ഫ്രൈ ചെയ്യുന്നത്. തവ ഫ്രൈ ആകുമ്പോഴേക്കും അധികം ഓയിൽ കണ്ടൻ്റ് ഒന്നും വരത്തില്ല. അതിന് വേണ്ടിയാണ് തവ ഫ്രൈ ചെയ്തത്. അപ്പോൾ അടുത്ത ഐറ്റം ബ്രിഞ്ചാൾ ഫ്രൈ ആണ്. പിന്നെ അത് പോയിട്ട് നമുക്ക് നമ്മുടേതായ ഹോംലി സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ചമ്മന്തി വെക്കണമെങ്കിൽ അത് വയ്ക്കാം. ഞാനിപ്പോൾ ഇതിൽ ചമ്മന്തി വെക്കുന്നില്ല. അതിന് പകരം ഞാനൊരു ഓംലെറ്റ് കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ അത് പോയിട്ട് ഇനി അടുത്ത നെക്സ്റ്റ് ഐറ്റം ഒരു ബീഫ് റോസ്റ്റാണ്. ഇത് തലേ ദിവസത്തെ ബീഫാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചൂടാക്കി ഒരു റോസ്റ്റ് ഒരു ബീഫ് റോസ്റ്റിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ അടുത്ത ഐറ്റം ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലുണ്ടാക്കുന്ന എന്തും നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഹോംലി സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലൊരു മൺചട്ടി വേണം. ഇതിപ്പോൾ ഉപയോഗിക്കാത്തൊരു മൺചട്ടിയാണ്. ഇനി ഇതിലേക്ക് വാഴയില ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതുപോലൊരു വാഴയില ഇങ്ങനെ റൗണ്ട് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ വാഴയിലയുടെ മേലെ നമ്മൾ ഈ കറിയൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളല്ലാതെ കഴിക്കുന്നതും ഇങ്ങനെ കഴിക്കുന്നതും തമ്മിൽ നല്ല ചേഞ്ച് ഉണ്ട്. ഞാനങ്ങനെ കഴിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നി. അപ്പോൾ നിങ്ങളും പറ്റുവാണെങ്കിൽ ഇതുപോലൊരു വാഴയില ഉള്ളവരാണെങ്കിൽ അതുകൂടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഫിഷ് കറി റെഡിയായി, ബ്രിഞ്ചാൾ ഫ്രൈ ആയിക്കഴിഞ്ഞു, ബീഫ് റോസ്റ്റ് നന്നായിട്ട് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിലായിട്ടുണ്ട്. ഒരു ബീഫ് റോസ്റ്റിൻ്റെ ഒരു പരുവായി. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അകത്തിച്ചീരയുടെ തോരൻ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു ഓംലെറ്റ് കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓംലെറ്റ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചട്ടിച്ചോറിൽ സാധാരണ ഓംലെറ്റും ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഓംലെറ്റ് കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആ ഒരു ചട്ടിച്ചോറിലെ ആ ഒരു ചട്ടിയിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് അതിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടിട്ടുള്ളൂ. ഒത്തിരി വേണമെങ്കിലും ഇടാം, കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി വേണമെങ്കിലും വയ്ക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഐറ്റംസ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ലൊരു ചൂട് ആ ഒരു പരുവത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. തണുത്തിട്ട് വെക്കുമ്പോഴേക്കും ആ ഒരു ഫ്ലേവർ അത്ര കിട്ടത്തില്ല. പിന്നെ ഞാനിതിൽ കുറച്ച് അളവിൽ കപ്പ കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഫിഷ് കറി കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു ഹോംലി സ്റ്റൈലിലെ ഒരു ചട്ടിച്ചോറ്. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ഒരു പപ്പടം കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്നൊന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ഐറ്റംസ് വെച്ചിട്ട് ഒരു മൺചട്ടിയിൽ ഇതുപോലെ ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് സെർവ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.